അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആമുഖങ്ങളുടെ ആരവങ്ങളില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ ഇന്നും വളരെയധികം ദുരിതക്കയത്തിലാണ്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഡിസംബർ 13 നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിൽ ഒരു ആക്രമണം നടന്നിരുന്നു. പലരും അതിൻ്റെ വാർത്തകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രത്തോളം വാർത്താ പ്രാധാന്യം ആ ഒരു വിഷയത്തിന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണം. പക്ഷേ ആ വാർത്ത നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് ചെന്ന് നോക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. 6 യുവാക്കൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അന്ന് അവിടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ഒരു റിക്ഷ ഡ്രൈവറും സർക്കാർ ജോലി നോക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു കർഷകനും പിന്നെ ഒരു ദിവസവേതനക്കാരനുമാണ് അന്ന് പാർലമെൻറ്റിനകത്ത് കയറി സ്പ്രേ ഉപയോഗിക്കുകയും സ്മോക്ക് ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്തത്. ഇതേ സമയത്ത് വിദ്യാസമ്പന്നരായ 2 ആളുകൾ പുറത്തുനിന്ന് ഏകാധിപത്യം തുലയട്ടെ, ഭാരത് മാതാ കീ ജയ് മുതലായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആസാദ് എന്ന് പറയുന്ന ആള് MPhil, MAd അടക്കം മറ്റു നിരവധി ബിരുദങ്ങൾ നേടിയെടുക്കുകയും നെറ്റ് പരീക്ഷ അടക്കം പാസ്സാവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ട് പോലും ഇദ്ദേഹത്തിന് തൊഴിൽ ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ, തൊഴിലില്ലായ്മയുടെ വാതിലുകൾ, തൊഴിലില്ലായ്മയുടെ കാര്യങ്ങളിലേക്ക്, അതിൻ്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് ഞങ്ങൾ നടപടിയിട്ടത് എന്ന് അവർ പറഞ്ഞു. നമുക്ക് ഭഗത് സിംഗിലേക്കൊന്ന് പോയി നോക്കാം. എങ്ങനെയാണ് ഭഗത് സിംഗ് ഇവിടെ പ്രസക്തനാകുന്നത്? ഈ ആളുകൾ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന പേരിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന്റെ അംഗങ്ങളായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അത്യുജ്വലമായ ഇന്നലകളിൽ മറക്കാനാവാത്ത ഒരു പേരാണ് ഭഗത് സിംഗ് എന്ന വിപ്ലവകാരിയുടേത്. 1929 സെൻട്രൽ അസംബ്ലി ഹാളിലേക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമായി സന്ദർശക ഗ്യാലറിയിൽ നുഴഞ്ഞു കയറി ബോംബെറിഞ്ഞ ഭഗത് സിംഗിന്റെ ചിത്രം, ഭഗത് സിംഗിന്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമായി അന്ന് ഭഗത് സിംഗ് ബോംബെറിയലിനെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് ക്ലബ് എന്ന പേരിലുള്ള ഗ്രൂപ്പിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടരുന്ന ആളുകൾ ഇന്ന് വാർത്താമാധ്യമങ്ങൾക്ക് വാർത്തയാവാത്ത ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആ ഒരു മാർഗം തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു. രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ അവസ്ഥ എന്താണ്? രാജ്യത്തെ തൊഴിലില്ലായ്മ പിറകോട്ട് രാജ്യത്ത് തൊഴിൽ നിരക്ക് പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മയുടെ നിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രഖ്യാപിച്ചത് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്. അത് ഞങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ വളരെ വിപരീതമാണ്. തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും അക്കാദമിക നിലവാരം കൂടുതലുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ പരിമിതമായതുകൊണ്ട് തന്നെ നിരവധി അവസരങ്ങളുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ അക്കാദമിക മികവും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളോട് കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ അധികാരികൾ കണ്ണ് ചെമ്പുമ്പോൾ അവരുടെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളതും ആണ് ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ അന്ന് ചെയ്തിരുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ മടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്
ഈ പാർലമെന്റ് ആക്രമണം പറഞ്ഞു വെക്കുന്നത്. ഇത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും ആദ്യം നടപടിയെടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിട. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനറൽ സ്പോർട്സ് ദഅവ വേദി 1